ഒരു നാട്ടിലൊരു വലിയ ബിസിനസ്സുകാരനുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു നല്ല ആരോഗ്യവാനായൊരു മനുഷ്യൻ ഭിക്ഷ യാചിക്കുന്നുണ്ട്, യാചന നടത്തുന്നു. ഈ ബിസിനസ്സുകാരൻ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ, എന്തുകൊണ്ട് ഈ ഭിക്ഷ യാചിക്കുന്നു അല്ലെങ്കിൽ യാചന നടത്തുന്നു? അയാൾ പറഞ്ഞു, എനിക്ക് ജോലിയില്ല, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് അറിയില്ല, ബിസിനസ് ചെയ്യുവാനുള്ള പണമില്ല. ഈ ബിസിനസ്സുകാരൻ പറഞ്ഞു, വിഷമിക്കണ്ട, നിന്നെ ഞാൻ സഹായിക്കാം, നീ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ പാർട്ട്ണർ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭിക്ഷക്കാരൻ പറഞ്ഞു, എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പണമില്ല, ബിസിനസ് ചെയ്യാൻ അറിയില്ല, പരിചയമില്ല, പിന്നെ ഞാൻ എങ്ങനെ ചെയ്യും? ബിസിനസ്സുകാരൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനതിന് പരിഹാരമുണ്ടാക്കാം. എനിക്ക് വലിയൊരു അരിമില്ലുണ്ട്, റൈസ് മിൽ. അവിടെ നിന്ന് നീ അരി എടുത്തിട്ട് മാർക്കറ്റിൽ വിറ്റിട്ട് അതിൻ്റെ ലാഭം എനിക്ക് തന്നാൽ മതി. ലാഭത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് ആവാം, ഞാനും നീയും തമ്മിൽ പാർട്ട്ണർഷിപ്പ് ആവുന്ന ലാഭത്തിൽ, എനിക്ക് ലാഭം മാത്രം മതി. ഭിക്ഷക്കാരൻ പറഞ്ഞു, വളരെ നല്ല ഐഡിയ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ഫോർമുല? എങ്ങനെയാണ്? ലാഭത്തിൻ്റെ 90% നിങ്ങളെടുക്കുന്നു, 10% എനിക്ക്. ഇനി അതല്ല, 80% നിങ്ങളെടുക്കുന്നു, 20% എനിക്ക്. അങ്ങനെ പറഞ്ഞു പോയപ്പോൾ ബിസിനസ്സുകാരൻ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടണ്ട, ബിസിനസ്സിലെ 10% ലാഭം മാത്രം എനിക്ക് മതി, 90% നീ എടുത്തോളൂ. നിനക്ക് വേണ്ട എല്ലാ സംഗതികളും ഞാൻ ചെയ്തു തരാം. ഭിക്ഷക്കാരൻ വളരെ ഹാപ്പിയായി. ഭിക്ഷക്കാരൻ പറഞ്ഞു, തുടങ്ങാം. തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ബിസിനസ്സുകാരൻ ഭിക്ഷക്കാരനോട് ചോദിച്ചു, നമ്മുടെ ലാഭം പാർട്ട്ണർഷിപ്പിൽ പ്രകാരം ലാഭം നമ്മൾ വിഭജിക്കണ്ടേ? ഭിക്ഷക്കാരൻ ഫോർമുല മാറ്റി പറഞ്ഞു. ഭിക്ഷക്കാരൻ പറഞ്ഞു, ഞാൻ ഈ മാസം മുഴുവൻ അധ്വാനിച്ചത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, എന്നിട്ട് ഇതിനകത്ത് 90% ഞാനെടുത്തിട്ട് 10% നിങ്ങൾക്ക് തരിക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റൂല. നെഗോസിയേഷൻ നടന്നുകൊണ്ടേയിരുന്നു. അവസാനം മനസ്സില്ലാ മനസ്സോടെ ബിസിനസ്സുകാരൻ പറഞ്ഞു, 1% തരാൻ പറ്റുമോ? ഭിക്ഷക്കാരൻ പറഞ്ഞു, അതും പറ്റില്ല. എന്നാൽ 1/ന്റെ പകുതി 0.5% എനിക്ക് തരാൻ പറ്റുമോ? ഇല്ല, എനിക്ക് അതിന് തരാനേ പറ്റില്ല, കാരണം അധ്വാനിക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ആയപ്പോൾ ബിസിനസ്സുകാരൻ പറഞ്ഞു, ശരി, നീ എനിക്കൊന്നും തരണ്ട, നല്ലൊരു സമയത്ത് ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് കിട്ടിയ പാരിതോഷികം ഇതാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടം വെച്ച് ഇത് നിർത്താം, ഞാൻ വേറൊരു പാർട്ട്ണറെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് നമ്മുടെ ഭിക്ഷക്കാരൻ്റെ ഭാവം മാറി. അവൻ്റെ ഭാഗത്തിൽ തെറ്റ് മനസ്സിലാക്കി. അവൻ പറഞ്ഞു, അങ്ങനെ വേണ്ട, എൻ്റെ ഭാഗത്ത് വന്ന അബദ്ധമാണ്, ഞാൻ വേണമെങ്കിൽ കാൽക്കൽ വീഴാം, എന്നോട് ക്ഷമിക്കൂ, ഞാൻ പഴയ ഫോർമുല, നിങ്ങൾ പറഞ്ഞ അതേ ഫോർമുലയിൽ തന്നെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. ഇതൊരു സാങ്കല്പിക കഥയാണ്. ഈ കഥയിൽ ബിസിനസ്സുകാരൻ, ഭിക്ഷക്കാരൻ ഇവരെല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് എൻ്റെയും നിങ്ങളുടെയും കഥയാണ്. ഇവിടെ പാർട്ട്ണറായിട്ട് വന്നിരിക്കുന്നത് ദൈവമാണ്. ബിസിനസ്സുകാരനായിട്ട് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഓഫർ ചെയ്തിരിക്കുന്നത് ദൈവമാണ്. നമുക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങൾ, ആരോഗ്യം, ആയുസ്, അവസരങ്ങൾ, ഇതെല്ലാം നമുക്ക് തന്ന ബിസിനസ്മാനായിട്ട് ഇവിടെ ഇരിക്കുന്നത് ദൈവമാണ്. ഈ ദൈവം തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നത്, ദൈവത്തിനൊന്നും വേണ്ട, വലിയ കെട്ടിടങ്ങളോ വലിയ ആരാധനാലയങ്ങളോ അല്ല ദൈവം നോക്കുന്നത്. ദൈവത്തിൻ്റെ മഹനീയമായ ഒരു ഭാവം, കൈൻഡ്നെസ്, ദയ, അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളോട് പറയുമ്പോൾ ഈ ഭിക്ഷക്കാരൻ കാണിച്ച ലുബ്ധത്തരം നിങ്ങൾ കാണിക്കരുത്. എന്നോടും കൂടിയാണ് പറയുന്നത്. ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളോടും നീതിയിലും ദയയോടും സ്നേഹത്തോടും കാണിക്കുക, അവരോട് പെരുമാറുക, ആകാവുന്ന തരത്തിലെല്ലാം സഹജീവികളോടും മനുഷ്യകുലത്തിനോട് എല്ലാവരോടും സ്നേഹത്തിൽ വർത്തിക്കുക. ഇതാണ് ദൈവം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. എല്ലാവർക്കും
നല്ലൊരു ദിവസം ആശംസിക്കുന്നു.